ജനുവരി 23 നേതാജി ജന്മദിനം, ദേശപ്രേമ ദിനം, പരാക്രം ദിവസ്. സ്വാതന്ത്ര്യ സമര സേനാനിയും വിപ്ലവകാരിയുമായ ഭാരതത്തിൻ്റെ ധീരപുത്രൻ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമായ ജനുവരി 23 ഇന്ത്യയിൽ ദേശപ്രേമ ദിനമായും പരാക്രം ദിവസ് ആയും ആചരിക്കുന്നു. 2011 മുതൽ പശ്ചിമ ബംഗാളിൽ ഔദ്യോഗികമായി ആചരിച്ചു തുടങ്ങിയ ദേശപ്രേമ ദിനം ഭാരതമെമ്പാടും അങ്ങനെ തന്നെ ആചരിക്കുകയായിരുന്നു. 2021 മുതൽ ഭാരത സർക്കാർ പരാക്രം ദിവസ് എന്ന പേരിൽ ഔദ്യോഗികമായി ആചരിച്ചു തുടങ്ങി. ഭാരതീയരിൽ, പ്രത്യേകിച്ചും യുവാക്കളിൽ രാജ്യസ്നേഹം വളർത്തുന്നതിനും നേതാജിയുടെ ധീരതയെയും ത്യാഗത്തെയും അനുസ്മരിക്കുന്നതിനും വേണ്ടിയാണ് ഈ ദിനാചരണം നടത്തുന്നത്. 1897 ജനുവരി 23 ഒഡീഷയിലെ കട്ടക്കിൽ ജനിച്ച നേതാജി 2 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഗാന്ധിജിയുടെ സമരരീതികൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ പര്യാപ്തമല്ലെന്ന് വിശ്വസിച്ച നേതാജി ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. 2ാം ലോകമഹായുദ്ധം നടക്കുന്ന കാലത്ത് അദ്ദേഹം ജർമ്മനിയിലേക്ക് പലായനം നടത്തി. അച്ചുതണ്ട് ശക്തികളുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത് സ്വാതന്ത്ര്യം നേടിയെടുക്കുകയായിരുന്നു ലക്ഷ്യം. 1945 ഓഗസ്റ്റ് 18 തായ്ലൻഡിൽ വെച്ചുണ്ടായ വിമാനാപകടത്തിൽ അദ്ദേഹം മരണപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. ഇതിന് വ്യക്തമായ തെളിവ് ഇല്ലാത്തതിനാൽ ആ വസ്തുത ഇന്നും ദുരൂഹമായി നിലനിൽക്കുന്നു. ലോക കയ്യെഴുത്തു ദിനം. എഴുത്തിൻ്റെ ശക്തിയും സമൂഹത്തിൽ അതിൻ്റെ സ്വാധീനവും തിരിച്ചറിയുന്നതിനും കയ്യെഴുത്തിൻ്റെ സൗന്ദര്യവും പ്രാധാന്യവും ഓർമ്മിപ്പിക്കുന്നതിനും വേണ്ടി ജനുവരി 23 ലോക കയ്യെഴുത്തു ദിനമായി ആചരിക്കുന്നു. 1977 വിമ എന്ന എഴുത്തുപകരണ നിർമ്മാതാക്കളുടെ സംഘടനയാണ് ഈ ദിനപ്രഖ്യാപനം നടത്തിയത്. കമ്പ്യൂട്ടറിലോ ടൈപ്പ് റൈറ്ററിലോ ടൈപ്പ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കൈകൊണ്ടെഴുതുമ്പോൾ തലച്ചോറിൽ പതിയുന്നതിനും ചിന്തകൾ സർഗാത്മകമായി ഉണരുന്നതിനും മനസ്സിൻ്റെ ഏകാഗ്രത വർദ്ധിക്കുന്നതിനും കൈകൊണ്ടെഴുതുന്നത് സഹായകമാകും. വിദ്യാഭ്യാസം ചെയ്യുന്നവർ വായിച്ചു പഠിക്കുന്നതിനേക്കാൾ കാര്യങ്ങൾ എഴുതി പഠിക്കുന്നത് വിവരങ്ങൾ വേഗത്തിൽ തലച്ചോറിൽ പതിയുന്നതിനും കൂടുതൽ കാലം ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നതിനും സഹായിക്കും. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ആദ്യം ഒപ്പുവെച്ച ജോൺ ഹാൻകോക്കിൻ്റെ ജന്മദിനത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ജനുവരി 23 ലോക കയ്യെഴുത്തു ദിനമായി തിരഞ്ഞെടുത്തത്. VK കൃഷ്ണമേനോൻ ഐക്യരാഷ്ട്രസഭയിൽ 8 മണിക്കൂർ നീണ്ട പ്രസംഗം നടത്തി ചരിത്രം സൃഷ്ടിച്ച ദിനം. ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും പ്രമുഖ വ്യക്തികളിൽ ഒരാളാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി, ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ പ്രതിനിധി, ബ്രിട്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ തുടങ്ങിയ പദവികൾ നിർവഹിച്ച VK കൃഷ്ണമേനോൻ. ജവഹർലാൽ നെഹ്റുവിൻ്റെ അടുത്ത സുഹൃത്തും വിശ്വസ്തനുമായിരുന്ന അദ്ദേഹം ഇന്ത്യയുടെ വിദേശനയം രൂപീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 1957 മുതൽ 1962 വരെ നെഹ്റു മന്ത്രിസഭയിൽ പ്രതിരോധ മന്ത്രിയുമായിരുന്നു. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പ്രതിനിധിയായിരുന്ന അദ്ദേഹം കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് 1957 ജനുവരി 23 നടത്തിയ 8 മണിക്കൂർ നീണ്ട പ്രസംഗം ഇന്നും ലോക ചരിത്രത്തിലെ റെക്കോർഡാണ്.